ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കണത് ഹെയർ പാക്കോ അല്ലെങ്കിൽ ഫേസ് പാക്കോ ഹോം റെമഡീസോ അങ്ങനത്തെ ഒരു സംഭവങ്ങളല്ല കേട്ടോ. ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ അവിടേക്ക് പോണതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല, ഞാനും അമ്മയും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ എങ്ങോട്ടാണ് പോണത് എന്താണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് ATM-ൽ കയറേണ്ട ആവശ്യമുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, പോകണമെങ്കിൽ കയ്യിൽ പൈസ വേണമല്ലോ. പോകാനായിട്ട് അച്ഛൻ്റെ അടുത്ത് പൈസ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ATM കാർഡ് വന്നിട്ട് ATM-ൽ നിന്ന് എടുത്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് ATM-ൽ കയറിയിട്ട് പൈസ എടുത്തിട്ടാണ് കേട്ടോ പോണത്. 1000 രൂപ എടുത്തു ഞങ്ങൾ, 1000 രൂപ. അങ്ങനെ പൈസയൊക്കെ എടുത്തിട്ട് നമ്മൾ തൃശ്ശൂർ ബസ്സിലാണ് കേട്ടോ കയറിയത്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ 2:30-2:45 ആയിട്ടുണ്ടായിരുന്നു. 3 മണിയായി ബസ് കിട്ടി വരാൻ തന്നെ കേട്ടോ. ബസ്സിൽ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായില്ല. പോരാതെ ഞായറാഴ്ചയാണ്, പിന്നെ ഈ നേരമല്ല, അതുതന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. പക്ഷെ ബസ്സിൽ കയറിയപ്പോൾ എനിക്കൊരു സംഭവം ഉണ്ടായി. അത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് അത് തന്നെ ഞാനിരുന്ന് ആലോചിക്കായിരുന്നു കേട്ടോ. തൃശ്ശൂർ എത്തണത് വരെ എന്താ സംഭവം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ? വേറെ ഒന്നുമല്ല, ഞാൻ ബസ്സിൽ കയറിയ അപ്പം തന്നെ ഇല്ലേ എൻ്റെ ഒരു കാതിലത്തെ കമ്മൽ തെറിച്ചു പോയിട്ട് വേറൊരു കുട്ടീൻ്റെ മേത്തേക്ക് വീണു. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ആൻറ്റിയാണ് എനിക്ക് ഇതേ മോളെ കമ്മൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തത്. അതിൻ്റെ മൂടിയാണെങ്കിൽ എൻ്റെ ഉടുപ്പിൻ്റെ ഉള്ളിലും പോയി. അങ്ങനെ കമ്മൽ രണ്ടും കയ്യിൽ കിട്ടി, പക്ഷേ മൂടി ഉണ്ടായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് രണ്ടും കൂടി ഒരു കയ്യിൽ പിടിച്ചു കേട്ടോ. ഒരു കമ്മലില്ലാണ്ട് ഒരു കമ്മലിട്ടിട്ട് കാര്യമില്ല. അങ്ങനെ രണ്ടും കൂടിയിട്ട് ഊരിയിട്ട് ഞാൻ കയ്യിൽ പിടിച്ചു. അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഈ കമ്മൽ വേണ്ടെന്ന്. അമ്മ നിർബന്ധിച്ചതാണ് ഈ കമ്മൽ എന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടേട്ടോ. അതിപ്പോൾ ഇങ്ങനെയായി. ആണെങ്കിൽ കമ്മൽ പോയപ്പോഴത്തേനും എനിക്ക് ആകെ വിഷമമായിട്ട് ഞാനിങ്ങനെ മുഖവും വീർപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നമുക്ക് അവിടെ എത്തിയിട്ട് വേറെ കമ്മൽ മേടിക്കാം അല്ലെങ്കിൽ വേറെ മുടി മേടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊക്കെ ഓക്കെ ആയിട്ട് ചൂര് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് വിനുവിൻ്റെ ഫ്രണ്ട് ഷിബിൻ ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് അവരെയും കൂട്ടിയിട്ട് നമ്മൾ 4 പേരും കൂടിയിട്ടാട്ടോ ഓട്ടോറിക്ഷയ്ക്ക് പോണത്. ഇതാണ് കേട്ടോ എൻ്റെ വിനു. ഞാനും വിനും അമ്മയും വിനുവിൻ്റെ ഫ്രണ്ട് ഷിബിൻ ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 പേരും കൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സ്ഥലത്ത് എത്തിയായിരുന്നു. ഇത് വന്നിട്ട് നമ്മുടെ വിയ്യൂരാണ്. വിയ്യൂരുള്ള കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ അക്കാദമിയിലാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഞാനും വിനും അമ്മയും ഷിബിൻ ചേട്ടനും ഉണ്ട്. സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. 4:30ക്കാണ് പരിപാടി. 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ. ഇന്ന് ഇവിടെ വിനുവിൻ്റെ കൂടെയുള്ള ചേട്ടന്മാരുടെ, അതായത് കൊല്ലം ബാച്ചിലത്തെ എല്ലാവരുടെയും പാസിംഗ് ഔട്ട് പരേഡാണ്. ടോട്ടൽ 3 ബാച്ചുകാരുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്ന് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു പാസിംഗ് ഔട്ട് പരേഡ് കാണാനായിട്ടാണ് ഞാനും വിനു അമ്മയും എല്ലാവരും കൂടി വന്നേക്കണത്. കയറിയപ്പോൾ തന്നെ ഒരു സാറിനെ കണ്ടു. അതാരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ വിനുവിനറിയാം വിനുവിൻ്റെ ആരോ ആണ്. വിനു സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സാറിൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും നടന്നു. നമുക്ക് നിൽക്കാനായിട്ട്, അതായത് പരേഡ് കാണാനായിട്ട് ഒരു സ്പേസ്, നിന്ന് കിട്ടാനുള്ള ഒരു സ്പേസ് തപ്പിയിട്ടായിരുന്നല്ലോ ഞങ്ങൾ പിന്നെ നടന്നിരുന്നത്. അങ്ങനെ അവസാനം ഞങ്ങളൊരു സ്ഥലത്ത് കണ്ടെത്തി. ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ. ഞാനും അമ്മയും എല്ലാവരും കൂടി അവിടെ നിന്നു. അപ്പോഴേക്കും പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദേ അവിടെ നിന്ന് ഗേറ്റൊക്കെ തുറന്നിട്ട് ചേട്ടന്മാരൊക്കെ വരുന്നുണ്ട്. ഇതിലെങ്ങനെ ഇനി അവരെല്ലാവരെയും കണ്ടുപിടിക്കുന്നുള്ളത് എനിക്കറിയില്ല. കാരണം എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ അറിയില്ല. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് 37, 38 അങ്ങനെ 2 ബാച്ചുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സിൻ്റെ. പിന്നെ അത് മാത്രമല്ല 31ാമത് ബാച്ചിലത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് ഡ്രൈവർമാരുടെയും പാസിംഗ് ഔട്ട് കൂടിയാണ് കേട്ടോ. അങ്ങനെ ഇതിൽ 3 ബാച്ചാണുള്ളത്. ഇതിൽ 2 ബാച്ചുകാരെ എനിക്കറിയാം. ഒന്ന് കൊല്ലം ബാച്ച്, നമ്മുടെ വിനുവിൻ്റെ സ്വന്തം ബാച്ച്, അതിലുള്ള എല്ലാ ചേട്ടന്മാരും എനിക്കറിയാം കേട്ടോ. പിന്നെ മീൻചന്ത ബാച്ച്, അവരിൽ എനിക്ക് കുറച്ച് പേരെ അറിയുള്ളൂ, എല്ലാവരും ഒന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഇതിലെങ്ങനെ അവരെല്ലാവരെയും കണ്ടുപിടിക്കുന്നത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും കാണാൻ പറ്റുകയെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് 1.5 മാസം ആവുന്നുള്ളൂ വിനു ഫയർ ആൻഡ് റെസ്ക്യൂന്ന് ഡിപ്പാർട്ട്മെൻറ്റ് മാറി എക്സൈസിലേക്ക് മാറിയിട്ട്. അല്ലെങ്കിൽ ഇതിൽ വിനുവും കണ്ടേനെ കേട്ടോ. ഇപ്പം അതേ നടന്നു പോയിട്ട് കമൻറ്റ് പറയാൻ പോണത് അഖിലേഷ് ചേട്ടനാണ്.
അജിലേഷ് ഏട്ടൻ നമ്മുടെ നാഷണൽ ലെവൽ വോളിബോൾ പ്ലെയർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇതിലുണ്ട് കേട്ടോ. അവരുടെ എല്ലാവരുടെയും പാരൻസും ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ദേ ഞാൻ ഇച്ചിക്കുട്ടീനെ കണ്ടു കേട്ടോ. അവളെ ഞാൻ എടുക്കാൻ നോക്കി, പക്ഷെ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൾ കുറേ സോപ്പിടാനൊക്കെ ഞാൻ നോക്കി, പക്ഷെ അവൾ വരുന്നുണ്ടായിരുന്നില്ല. അവൾ വീഡിയോ എടുക്കണ വിനുവിൻ്റെ മുഖത്തേക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവൾ എൻ്റെ അടുത്തേക്ക് വരുന്നേ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ കാട്ടി ഞാൻ സോപ്പിടാൻ നോക്കി. അതിൻ്റെ ഇടയിൽ ദേ നമ്മുടെ രഞ്ജിതേട്ടൻ്റെ വൈഫ് റിയയും വന്നിട്ടുണ്ടായിരുന്നു. അവൾ ട്രിവാൻഡ്രത്തു നിന്നാണ് കേട്ടോ വന്നത്. ഇത് വന്നിട്ട് അജിലേട്ടൻ്റെ വൈഫും ഉണ്ണിയാണ്, ജെസി ചേച്ചിയും ഇച്ചുക്കുട്ടിയും. ഇച്ചുക്കുട്ടീനെ ഞാൻ മുന്നും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഇച്ചുക്കുട്ടിയുടെ ചോറൂണൊക്കെ. അവൾക്ക് ഇതേ വാച്ചൊക്കെ കൊടുത്ത് ഞാൻ സോപ്പിട്ട് വരുത്തുന്നുണ്ട്, പക്ഷെ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായി കേട്ടോ. അപ്പോഴേക്കും ഇതേ പരേഡിൻ്റെ ഇടയിൽ നമ്മുടെ മുഖ്യമന്ത്രി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫയർഫോഴ്സിൻ്റെ വണ്ടിയെങ്കിൽ ഫയർഫോഴ്സിൻ്റെ വണ്ടി, ചല്ലത് പോലീസുകാരുടെ വണ്ടിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം സ്റ്റേജിൽ കയറി എല്ലാവരെയും കണ്ടതിന് ശേഷം ഇതേപോലത്തെ ജീപ്പിൽ കയറിയിട്ട് എല്ലാവരെയും കാണുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നു. ഞാനും ടാറ്റയൊക്കെ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ മുഖ്യമന്ത്രിനെ കാണുന്നത് കേട്ടോ, നേരിട്ട് കാണുന്നത്, ലൈവായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. മുഖ്യമന്ത്രിയുടെ ബാക്കിൽ തന്നെ അജിലേഷ് ഏട്ടൻ നിൽക്കുന്നുണ്ട് വണ്ടിയിൽ. അജിലേഷ് ഏട്ടനാണ് ഈ പരേഡിൻ്റെ കമ്പനി കമാൻഡർ. പ്രതീകമായ അതിൻ്റെ ഇടയിൽ ഇതേ കുറച്ച് നേരം ഇച്ചിക്കുട്ടീൻ്റെ അച്ഛമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവൾക്ക് ചൂടെടുത്തിട്ടാണോ അതോ കുറേ നേരം ഇരുന്നത് കൊണ്ടാണോ അവൾക്ക് ബോറടിച്ചിട്ട് അവൾ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരച്ചിൽ മാറ്റാനായിട്ട് വിനു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് അച്ഛമ്മയ്ക്ക് തരാൻ ബുദ്ധിമുട്ടായ കാരണം വിനു ഇതേ ഉണ്ണീനെ അച്ഛമ്മേൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ജെസി ചേച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കരച്ചിൽ മാറ്റാനായിട്ട്. ദേശീയഗാനമൊക്കെ കേട്ടതിന് ശേഷം ഇനി അവരെ സത്യപ്രതിജ്ഞയാണ് കേട്ടോ കേൾക്കാൻ പോണത്.
അങ്ങനത്തെ കുറേ നേരം നോക്കിയിട്ട് ഞാൻ അജിത്തേട്ടനെ കണ്ടുട്ടോ. അതേ ഏറ്റവും ബാക്കിൽ ഈ അറ്റത്ത് നിൽക്കുന്നതാട്ടോ അജിത്തേട്ടൻ. അങ്ങനെ അജിത്തേട്ടനെ കണ്ടു. പക്ഷെ രഞ്ജിത്തേട്ടനെ ഇപ്പോഴും കണ്ടിട്ടില്ല. രഞ്ജിത്തേട്ടൻ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കട്ടോ. പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ട്രോഫികൾ ഏറ്റുവാങ്ങുന്ന ആ ഒരു ചടങ്ങായിരുന്നു. ഇപ്പോഴും ഞാനും വിനും രഞ്ജിത്തേട്ടനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിത്തേട്ടൻ എവിടെയാണെന്ന് അറിയില്ല. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഇപ്പോഴും രഞ്ജിത്തേട്ടനെയാണ് തപ്പിക്കൊണ്ടിരിക്കണേ കേട്ടോ. പിന്നെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മുഖ്യമന്ത്രി വരുന്നത് കൊണ്ടും പിന്നെ പാരൻസും റിലേറ്റീവ്സും കാര്യങ്ങളെല്ലാം അതും ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ക്യാമറ ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴാണ് ഇതേ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു രഞ്ജിത്തേട്ടൻ. നമ്മൾ കാണാണ്ട് പോയിട്ടാണ്. അങ്ങനെ രഞ്ജിത്തേട്ടനെയും കണ്ടു. അപ്പോഴാണെന്ന് സമാധാനമായത്. അപ്പം അങ്ങോട്ട് നോക്കിയപ്പോൾ അതേ വിഷ്ണു ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ അവരെയും കണ്ടു കേട്ടോ. അങ്ങനെ അയത്തേട്ടനെ രഞ്ജിത്തേട്ടനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനത്തെ പാസിംഗ് ഔട്ട് പരേഡ് ഏകദേശം തീരാറായിട്ടുണ്ട്. എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഗ്രൗണ്ട് ഒഴിഞ്ഞു. ഇനി ഇവരും കൂടി ഉള്ളു പോകാനായിട്ട്. ഇവരും കൂടി പോയി കഴിഞ്ഞാൽ സംഭവം അവസാനിക്കുന്നതായിരിക്കും. അങ്ങനെ അവരും പോയി. അങ്ങനെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരുടെ 2024 പാസിംഗ് ഔട്ട് പരേഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് എല്ലാവരെയും കാണാം. പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് അജിത്തേട്ടനെ രഞ്ജിത്തേട്ടനെ കേട്ടോ കാണാൻ പോണത്. അവരെയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും.
അങ്ങോട്ടാണോ പോണേ? ഇവിടെ 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 എവിടെ? ഇതാണ് രഞ്ജിത്തേട്ടൻ. ഇത് രഞ്ജിത്തേട്ടന്റെ വൈഫ് റിയ ആണ് കേട്ടോ. ഇത് അശ്വിൻ ചേട്ടൻ, ഇത് അതുൽ ചേട്ടൻ, പിന്നെ ഇത് അനീഷ് ദാസ് ചേട്ടൻ കേട്ടോ. അങ്ങനെ വിനുവിന്റെ ദാസപ്പൻ ചേട്ടനായിട്ട് വിനു അങ്ങനെ വിളിക്കാതെ വിനു ദാസപ്പൻ ചേട്ടനായിട്ട് എന്തൊക്കെയോ പറയാട്ടോ. നിന്നിട്ട് രഞ്ജിത്തേട്ടൻ പിന്നെ ഫാമിലിയായിട്ട് ഭയങ്കര കത്തിവെക്കലായിരുന്നു കേട്ടോ. രഞ്ജിത്തേട്ടൻ്റെ വൈഫ് റിയൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. അത് അയത്തേട്ടൻ നിന്നിട്ട് ജസ്റ്റ് ചേച്ചിനെ നോക്കായിരുന്നു. ജസ്റ്റ് ചേച്ചി ഉണ്ണിന്റെ കരച്ചിൽ മാറ്റാനായിട്ട് എങ്ങടാ പോയെന്ന് ഒരു പിടിയും കിട്ടണില്ല കേട്ടോ. അങ്ങനെ നോക്കി നിൽക്കുകയാണ് അയത്തേട്ടൻ. ഇത് വിനുവിന്റെ ഫ്രണ്ട് നമ്മുടെ സച്ചിൻ ചേട്ടനാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അതേ എല്ലാവരും ഭയങ്കര എന്താ പറയാ അയ്യോ ഒക്കെ കാണിച്ച് നിൽക്കുകയാണ് കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് ചേച്ചി ഉണ്ണി വന്നായിരുന്നു അയത്തേട്ടൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ഉണ്ണിനെ നോക്കി നിൽക്കുമ്പോൾ അംജിത്തേട്ടൻ വന്നിട്ട് ഉണ്ണിനെ കളിപ്പിക്കാൻ നോക്കി. അപ്പം ഞാൻ വന്നിട്ട് വിളിച്ചപ്പോഴത്തേനും കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഓളിട്ടപ്പോൾ ഉണ്ണി പേടിച്ച് കരയാൻ തുടങ്ങിട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ അംജിത്തേട്ടൻ. അംജിത്തേട്ടൻ്റെ അമ്മയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മേനൊക്കെ പോയി കണ്ടിട്ട് വരാം കേട്ടോ. അടുത്ത ആളും വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ വിഷ്ണു ചേട്ടൻ. എന്നിട്ട് അയത്തേട്ടൻ പോയിട്ട് ഇച്ചുകുട്ടിക്ക് തൊപ്പിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവൾക്ക് പിടിക്കാണ്ട് എടുത്ത് കളയണൊക്കെ ഉണ്ട് കേട്ടോ. അയത്തേട്ടൻ്റെ അച്ഛനും അമ്മയും ജസ്റ്റ് ചേച്ചിയും അയത്തേട്ടൻ്റെ അനിയനും എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ശബരിയാണ്. ഇത് ശ്രീനാഥ് ചേട്ടൻ. ഇത് വന്നിട്ട് അഖിൽ ചേട്ടനും ജ്യോതിഷൻ ചേട്ടനും ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഇനി കാണാൻ പോണത് അഭിലാഷ് ചേട്ടനെയാണ്. അഭിലാഷ് ചേട്ടനെ കുറേ നേരമായിട്ട് വിളിച്ചിട്ട് തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ അഭിലാഷ് ചേട്ടൻ. അങ്ങനെ അവസാനം ഈ ഗേറ്റിന്റെ അവിടെയാണ് നമ്മൾ അഭിലാഷ് ചേട്ടനെ കണ്ടെത്തിയത്. പിന്നെ ഇച്ചുകുട്ടീനെ വിനു കയ്യിലെടുത്ത് സോപ്പ് ഇട്ടിട്ട് കൊണ്ട് നടക്കാട്ടോ. ഓരോന്ന് കാണിച്ചിട്ട് അവളിങ്ങനെ വാശി പിടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും വിനു അതും ഇതൊക്കെ കാണിച്ച് സോപ്പ് ഇട്ട് കൊണ്ട് നടക്കാട്ടോ. ഇടയ്ക്കിടയ്ക്ക് സമയവും നോക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഏകദേശം സമയം ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. വിനുവിന് 7:30 റോൾ കോൾ ഉണ്ട്. അതിന് മുന്നേ നമുക്ക് വിനുവിനെ എക്സൈസിൻ്റെ അക്കാദമിയിലേക്ക് ആക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. പിന്നെ വിനുവിന് ഭയങ്കര വിഷമം പറച്ചില്ലാട്ടോ. എൻ്റെ അടുത്ത് നമുക്ക് കുറേ പേരെ കാണാൻ പറ്റിയിട്ടില്ല. സുർജിത്ത് ഏട്ടൻ, ഫായിസ് ഏട്ടൻ, അബിൻ ചേട്ടൻ, അർഷാദ് ചേട്ടൻ ഇവരൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതിന്റെ വിഷമം പറച്ചിലാണ് വിനു. പിന്നെ ആദിത്യ ചേട്ടനെയും അതുൽ ചേട്ടനെയും അഖിലേഷ് ചേട്ടനെയൊക്കെ കണ്ടിട്ട് നമുക്ക് വീഡിയോയും ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അതിന്റെ വിഷമവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടാ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തൃശ്ശൂർക്ക് ഓട്ടോ പിടിച്ചിട്ട് തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ ബസ്സിൽ പോന്നു. വിനു നേരെ എക്സൈസിൻ്റെ അക്കാദമിയിലേക്കും പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.